ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതി അമ്മയുടെ മുന്നിൽ തൻ്റെ ജീവിതം തകർത്തതിൻ്റെ ആ പകയെല്ലാം പറഞ്ഞു തീർക്കുക. അപ്പോൾ എത്ര കാലം നീ ഇതിങ്ങനെ മൂടി വെക്കും? ആദിക്ക് പ്രായമായി വരികയാണ്. അവൻ്റെ ചോദ്യങ്ങൾക്ക് ഇപ്പോൾ തന്നെ എനിക്ക് ഉത്തരം കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അമ്മ ഇങ്ങനെ പറയണു. അപ്പോൾ സത്യം തുറന്നു പറയാതെ കല്യാണം നടത്തിയെന്ന് അവർ പിന്നീടെങ്ങാനും അറിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് അമ്മ ചോദിക്കുക. വീണ്ടും ഒരു ദുരന്തം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് കരുതിയാ ഞാൻ അങ്ങനെ പറഞ്ഞതെന്നുള്ള കാര്യം പറഞ്ഞപ്പം അവരതൊക്കെ എങ്ങനെ അറിയുമെന്നാ? ഞാനായിട്ട് എന്തായാലും പറയില്ല. പിന്നെ അത് ആര് പറയാനാണെന്ന് ചോദിച്ചു. നിങ്ങൾ വന്നതൊക്കെ പറയുമോ? അതോ മീര പറയോ എന്ന് ചോദിച്ചു. അയ്യോ, ഞാനങ്ങും പറയില്ലെന്ന് കൂട്ടുകാരി പറഞ്ഞു. പിന്നെ എങ്ങനെ അറിയാനാണെന്ന് ചോദിച്ചു. പിന്നെ ഇനി അഥവാ അറിഞ്ഞാലും ഞാനത് നോക്കിക്കോളാം. അതോർത്ത് ആരെ വിഷമിക്കേണ്ട ആവശ്യമില്ലെന്നും ശ്രുതി അമ്മയോട് പറയണം. ഇത്രയും കാര്യങ്ങൾ പറയണം എന്ന് തോന്നി പറഞ്ഞു. അതിനുവേണ്ടിയാ വന്നത്. ഉപദേശമൊന്നും തൽക്കാലം ഇങ്ങോട്ടേക്ക് എടുക്കുന്നില്ല. ശരി, ആയിക്കോട്ടെ, നിന്റെ ഇഷ്ടം പോലെ തന്നെ അത് നടന്നോട്ടെ. ഞാനൊരു തടസ്സം ആകുന്നില്ല എന്ന് അമ്മ മകളോട് പറയാം. കല്യാണത്തിന് മുൻപൊന്ന് കുടുംബക്ഷേത്രത്തിൽ പോണമായിരുന്നു. എന്തിന്? എനിക്കിപ്പോൾ ദൈവത്തിലൊന്നും യാതൊരു വിശ്വാസവും ഇല്ല. അതിനൊന്നും വേണ്ടി കളയാനായിട്ട് സമയവും ഇല്ല. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആയിക്കോളാൻ പറഞ്ഞു. ശരി, ഞങ്ങൾ അടുത്ത ദിവസം എന്തായാലും പോകുന്നുണ്ട്, ഒക്കെ ഞാൻ ചെയ്തോളാമെന്ന് പറഞ്ഞു അമ്മ. അപ്പം ശരി, ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്, ഞങ്ങൾ ഇറങ്ങുക എന്ന് പറഞ്ഞപ്പം അയ്യോ, എന്തെങ്കിലും കഴിച്ചിട്ട് പോമോളെ, സമയമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തന്നെയല്ല താല്പര്യമില്ല, ഞാൻ പോവാ എന്നും പറഞ്ഞ് അവിടെ നിന്ന് ശ്രുതി കൂട്ടുകാരിയും കൂട്ടി പോകുന്നു. അമ്മയാണെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുക. ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി ആട്ടോ. രേവതി ഇങ്ങനെ അവിടെ തൂത്തുവാരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭാമയും അതുപോലെ തന്നെ ശ്രുതിയും കൂടെ ആ വീട്ടിലേക്ക് വന്നു. ഓട്ടോയ്ക്കാണ് വരുന്നത്. അപ്പോൾ ഇവരെ കണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ നോക്കുക. അപ്പം മോൾ അകത്തേക്ക് ചെല്ല്, ഞാൻ ഈ ഓട്ടോ കാശ് കൊടുത്തേച്ച് വരാം എന്നും പറഞ്ഞുകൊണ്ട് ഭാമ ശ്രുതി അകത്തേക്ക് പറഞ്ഞു വിടുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കുക കേട്ടോ നമ്മുടെ രേവതി, ഇത് ആരായി വരുന്നതെന്ന്. അപ്പോൾ രേവതി അവിടെ അടിച്ചു വാരിക്കൊണ്ട് നിൽക്കുമായിരുന്നു. പെട്ടെന്ന് ചന്ദ്രാൻ്റെ ഇല്ലേ എന്ന് ചോദിച്ചു. കയറി വന്നു. ഉണ്ട്, ആരാന്ന് ചോദിച്ചപ്പം ഞാൻ ശ്രുതി വന്നിട്ടുണ്ടെന്ന് പറയാൻ പറഞ്ഞു. ഇരിക്കൂട്ടോ, ഞാൻ ഇതൊന്ന് തീർത്തോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അടിക്കാൻ തുടങ്ങുമ്പോൾ ഇരിക്കുന്നതൊക്കെ പിന്നെ ആദ്യം പറഞ്ഞത് ചെയ്യാനായിട്ട് പറയുവാണ് ശ്രുതി രേവതിയോട്. ചെന്ന് ശ്രുതി വന്നിട്ടുണ്ടെന്ന് പറയാൻ പറഞ്ഞു. എങ്ങനെ ഇത് പറയാം? അപ്പോൾ ചെല്ല് എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് രേവതിയെ പറഞ്ഞു വിടുക. രേവതി എന്നിട്ട് അതുകൊണ്ട് അകത്തേക്ക് പോയി. ശ്രുതി എന്നിട്ട് ഈ വീടൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുക. വലിയ വീടും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആണല്ലോ. ദേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഇങ്ങനെ നോക്കുക. രേവതി അതായത് അടുക്കളയിൽ ചെന്ന് നിന്നിട്ട് ഇങ്ങനെ നോക്കുക. അപ്പോൾ ഭാമ അങ്ങോട്ടേക്ക് കയറി വന്നു. അവരെ ആരെയും കണ്ടില്ലേ എന്ന് ചോദിച്ചപ്പം ഞാൻ കണ്ടു, ഇവിടുത്തെ വേലക്കാരിയെ കണ്ടെന്ന് പറഞ്ഞു. വേലക്കാരിയോ? ഇവിടെയോ? ഞാൻ കണ്ടപ്പോൾ രേവതി ഇങ്ങനെ നോക്കുക കേട്ടോ. പെട്ടെന്ന് രേവതി ഇങ്ങനെ നോക്കിയപ്പോൾ ഇവരെ കണ്ടു. അയ്യോ മോളെ, ഇത് വേലക്കാരിയല്ല, ശ്രുതിയുടെ അനിയൻ സച്ചിയുടെ ഭാര്യ രേവതി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്കും ശ്രുതിക്ക് വല്ലാതെയായി. രേവതി ഇങ്ങനെ തുറച്ച് നോക്കുക അന്നേരം ശ്രുതിയെ. അയ്യോ ആൻറ്റി, ഒരബദ്ധം പറ്റിപ്പോയതാ. ഞാൻ കരുതി അത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ആ കുട്ടി എന്ത് കരുതി കാണുമോ എന്തോ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ അവിടെ നിന്ന് പറയുന്നു. അപ്പം സാരമില്ല, ഞാൻ ചന്ദ്രയെ വിളിക്കാം എന്ന് ഭാമ പറഞ്ഞിട്ട് ചന്ദ്രേ എന്നും പറഞ്ഞു വിളിച്ചു. അപ്പോഴത്തേക്കും ചന്ദ്രതി പറന്നാ വരുന്നേ. അയ്യോ, ആരാ ഇത് വന്നിരിക്കണേ? മോള് വരുന്ന കാര്യം എന്നോടൊന്ന് പറഞ്ഞതുപോലും ഇല്ലല്ലോ എന്ന് ചന്ദ്ര പറഞ്ഞു. അപ്പം നിനക്കൊരു സർപ്രൈസ് തരാൻ അവൾ വന്നത്, പക്ഷേ ചെറിയൊരു അബദ്ധം പറ്റി. അപ്പം എന്ത് അബദ്ധമാണെന്ന് ചോദിച്ചു. ശ്രുതി നമ്മുടെ രേവതിയെ കണ്ടിട്ടേ അവൾ ഇവിടുത്തെ ജോലിക്കാരിയാണെന്ന് തോന്നിയെന്ന് പറഞ്ഞു. അയ്യോ, അത്രേ ഉള്ളൂ, അത് സാരമില്ല, മോളിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ പറയണം. അയ്യോ അതല്ല ആൻറ്റി, എനിക്ക് ആളറിയാതെ പറ്റിയതാണ്, ഞാനൊരു സോറി പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും ഇത്ര വലിയ കാര്യമാക്കേണ്ട കാര്യമില്ലെന്ന് ചന്ദ്ര പറയുക. രേവതി അന്നേരത്തേക്കും ഇത് കേട്ടിട്ട് അങ്ങോട്ടേക്ക് പോയി തൻ്റെ ജോലികൾ ചെയ്യാൻ നോക്കി. മോൾക്ക് കുടിക്കാൻ എന്താ വേണ്ടത്? അപ്പോൾ ഒന്നും വേണ്ട ആൻറ്റി, അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. രേവതി എന്ന് പറഞ്ഞ് രേവതിയെ വിളിക്കുന്നു. രേവതി അന്നേരം കയ്യും കഴുകിയിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുക. അപ്പോൾ ശ്രുതി മാന്യമായി തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. സിസ്റ്റർ, ഐ ആം സോറി കേട്ടോ, ഞാൻ ആളറിയാതെ എന്തോ. അപ്പോൾ എന്തിനാ മോള് സോറിയൊക്കെ പറയുന്നേ? അതൊന്നും സാരമില്ലെന്നേ, ഒരബദ്ധം പറ്റിയതല്ലെന്ന് ചന്ദ്ര. രേവതി കുടിക്കാൻ പോയി ചായ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ രേവതി ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ രേവതി അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും മോള് വന്നേ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിളിച്ചടുത്തിരുത്തുന്നു. ഞാനൊരു കാര്യം ചോദിച്ചിരുന്നു, അതിന് ഇതുവരെ മോൾ ഉത്തരവൊന്നും തന്നില്ല. അപ്പോൾ അതിന് ഉത്തരം തരാനല്ല ശ്രുതി വന്നിരിക്കുന്നതെന്ന് ഭാമ പറഞ്ഞു. ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ രേവതി ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രുതി ഇല്ല ആൻറ്റി എന്ന് ചോദിച്ചപ്പം ഉണ്ട്, ഇവിടെ ഉണ്ട്, വിളിക്കാം മോളെ. മോനെ ശ്രുതി, ഇതാരാ വന്നേക്കുന്നത് നോക്കിയേ എന്നും പറഞ്ഞ് വിളിച്ചു. അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ഇറങ്ങി വരുന്നത് വെയിറ്റ് ചെയ്തിരിക്കുമ്പം ആൻറ്റി പറഞ്ഞ കാര്യം ഞാൻ നന്നായിട്ട് ആലോചിച്ചു, ഞാനൊരു തീരുമാനത്തിലെത്തി, എനിക്ക് ഇതിന് സമ്മതമാണെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ എനിക്കറിയായിരുന്നു മോളത് സമ്മതിക്കുമെന്ന്. ആൻറ്റിക്ക് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ നെറുകയിൽ ഒരു ഉമ്മയൊക്കെ കൊടുത്തു ചന്ദ്ര. ചന്ദ്രയുടെ സന്തോഷം ഒന്ന് കാണാമായിരുന്നു. ഇതൊക്കെ കണ്ടിട്ട് രേവതിക്കാണ് ഒന്നും പാടില്ല. അപ്പോഴേക്കും ശ്രുതി ഇറങ്ങി വരുന്നു. ശ്രുതി ഇറങ്ങി വന്നപ്പോൾ ശ്രുതിയെ കണ്ടു. ഒരു ചെറു പുഞ്ചിരിയോടെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ വളരെ അടുത്തിരിക്കുന്നു.
ശ്രുതി എന്നിട്ട് ശ്രുതിയെ ഇങ്ങനെ കുറേ നേരം നോക്കി, ശ്രുതി അന്നേരം ശ്രുതിയെയും നോക്കി. അങ്ങനെ അന്നേരം നോക്കി നോക്കി നിൽക്കുമ്പോൾ മോനെ വാടാ ഇരിക്കടാ എന്നും പറഞ്ഞ് അമ്മ വിളിച്ച് അടുത്തിരുത്തുന്നു. മോളും ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ പിടിച്ചിരുത്തുന്നു. അപ്പം മോനെ സുധി, നിനക്ക് വേണ്ടി ഒരു പെണ്ണിനെ കണ്ടെത്തുമെന്ന് അമ്മ പറഞ്ഞിരുന്നില്ലേ? ഇവളെയാണ് ഞാൻ നിനക്ക് വേണ്ടി കണ്ടെത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു. സുധി ഒന്നും മിണ്ടിയില്ല. സുധി ഇങ്ങനെ തലയും കുമ്പിട്ട് അങ്ങനെ ഇരിക്കുക. ശ്രുതി അന്നേരം ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ ശ്രുതിക്ക് ചെറിയ നാണമൊക്കെ വരുന്നുണ്ടല്ലോ ഒന്ന് ഭാമ പറഞ്ഞ് ചെറു പുഞ്ചിരിയോടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നു കേട്ടോ. ഈ സമയം പാവം രേവതി ഇതൊക്കെ കേട്ടോണ്ടിരിക്കുക. അപ്പോഴാണ് അച്ഛൻ പുറത്തു പോയിട്ട് കയറി വരുന്നത്. കയറി വന്നപ്പോൾ ഇവിടെ ഒരു അതിഥിയെ കണ്ടു. വേഗം അകത്തേക്ക് വന്ന അച്ഛനെ കണ്ട് ദേ ഇത് ശ്രുതിയുടെ അച്ഛനാണെന്നും പറഞ്ഞ് ചന്ദ്ര പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അപ്പോഴേക്ക് ശ്രുതി അനുഗ്രഹമൊക്കെ മേടിക്കാൻ തുടങ്ങുന്നു. അയ്യോ വേണ്ട മോളെ എന്ന് പറഞ്ഞു. ഏതായി കുട്ടിയെന്ന് ചോദിച്ചു. അപ്പം നമുക്ക് വേണ്ടപ്പെട്ട കുട്ടിയാണെന്ന് ചന്ദ്ര പറഞ്ഞു. അല്ല എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞില്ലേ ചന്ദ്രേട്ടാ, നമ്മുടെ ശ്രുതിക്ക് വേണ്ടി ഒരു ആലോചന, ഇതാണ് കുട്ടി ശ്രുതി. അപ്പം മോളിരിക്ക് എന്നും പറഞ്ഞ് അവിടെ വിളിച്ചിരുത്തുന്നു. ചന്ദ്ര പറഞ്ഞിരുന്നു ശ്രുതിയെ ഹോസ്പിറ്റലൊക്കെ ആക്കിയത് മോളാണെന്ന്. അങ്ങനെ എല്ലാവരും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ചന്ദ്ര. പക്ഷെ മോളെക്കുറിച്ച് വളരെ വളരെ വലിയ കാര്യങ്ങളാണ് ഇവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞു. അയ്യോ ചന്ദ്രയാണെങ്കിൽ തൂക്കുന്നു തിരുമുന്നു തലോടുന്നു, ഭയങ്കര സ്നേഹം. ഇതൊക്കെ പാവം രേവതി അകത്തുനിന്ന് കാണുകയും കേൾക്കുകയും ചെയ്യാം. ഈ വിവാഹകാര്യം സംസാരിക്കാനായിട്ട് മോളുടെ വീട്ടിൽ നിന്ന് ആരും വന്നില്ലെന്ന് ചോദിച്ചു. അത് പിന്നെ എനിക്ക് അമ്മയില്ല, അച്ഛൻ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ശ്രുതി പറയാം. അപ്പോൾ അച്ഛൻ എന്താ വരാതിരുന്നത്? അച്ഛൻ ഇവിടെ ഇല്ല, ദുബായിലാണെന്നുള്ള കാര്യം പറഞ്ഞു ശ്രുതി. സിംഗപ്പൂരോ മലേഷ്യയോ മറ്റോ ആണെന്നല്ലേ നേരത്തെ പറഞ്ഞത്? അതെ, ദുബായിലും അച്ഛന് ഒരു പുതിയ പ്രൊജക്റ്റ് ഉണ്ട്, ഇപ്പോൾ അവിടെയാ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക. അപ്പോൾ രേവതി പതുക്കെ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. തിരക്കുള്ളവർക്ക് അങ്ങനെ പെട്ടെന്ന് ഓടി വരാൻ പറ്റുമോ? കല്യാണത്തിന് എന്തായാലും വരുമല്ലോ അല്ലേ ശ്രുതി എന്ന് ചോദിച്ചപ്പം ആൻറ്റിക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതൊക്കെ എനിക്ക് അറിയാം എന്ന് പറഞ്ഞു. രവിയേട്ടനോട് എല്ലാം ഞാൻ വിശദമായിട്ട് പിന്നെ പറയാം. അപ്പോൾ അച്ഛന് കുടിക്കാൻ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചു രേവതി. അപ്പോൾ എനിക്കൊന്നും വേണ്ട മോളെ, ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞു. അപ്പം നിൻ്റെ അടുത്ത് എത്ര നേരമായി ചായ എടുക്കാൻ പറഞ്ഞിട്ട്? പോയി ചായ എടുത്തുകൊണ്ട് വാ എന്ന് ചന്ദ്ര രേവതിയോട് പറയണു. രേവതി അടുക്കളയിലേക്ക് കയറിപ്പോയി. ഈ സമയം മോൾക്ക് ജോലി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യാണ്, സ്പാ തെറാപ്പിസ്റ്റ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണെന്നുള്ള കാര്യം പറഞ്ഞു. ഇതൊക്കെ കേട്ട് ഇവരിങ്ങനെ നോക്കുന്നു. എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചു അച്ഛൻ. ഈ ബ്യൂട്ടി പാർലർ ഇല്ലേ അച്ഛാ, അതാ സംഭവം എന്ന് നമ്മുടെ രേവതി പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും ചന്ദ്രയുടെ ഒരു നോട്ടമൊക്കെ കാണണമായിരുന്നു. ശ്രുതിക്ക് ജോലിയൊന്നും ഇല്ലെന്നുള്ള കാര്യം മോൾക്ക് അറിയാവുമെന്ന് ചോദിച്ചപ്പം അതൊക്കെ എനിക്ക് അറിയാം അങ്കിൾ എന്ന് പറഞ്ഞു രേവതി. ശ്രുതി ഇങ്ങനെ നേരത്തേന് അച്ഛനെ ഒരു കള്ള നോട്ടമൊക്കെ നോക്കിയിരിക്കുന്നു. രേവതി അവിടെ ചായ എടുക്കുന്നു. എനിക്കിപ്പോൾ ജോലി ഉണ്ടല്ലോ, ശ്രുതിക്ക് എന്തായാലും നല്ലൊരു ജോലി കിട്ടും, അതുവരെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് ശ്രുതി. ഹായ് സന്തോഷം. എടാ നിനക്ക് ഈ കുട്ടിയെ ഇഷ്ടമാണോ എന്നിങ്ങനെ അച്ഛൻ ചോദിച്ചപ്പം ഒന്നും മിണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വെമ്പിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ശ്രുതിക്കാനൊന്നും പറയാനും പറ്റണില്ല, പറയണമെന്നുണ്ട്. മൊത്തത്തിൽ പെട്ടിങ്ങനെ ഇരിക്കുന്നു, ഒന്നും മിണ്ടുന്നില്ലേ. ഇങ്ങനെ ഇവരെ നോക്കുന്നു, അച്ഛനെ നോക്കുന്നു, ഇങ്ങനെ മൊത്തത്തിലിരിക്കുന്നു, ഒന്നും മിണ്ടാതെ. ശ്രുതി എന്നിട്ട് പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകണം. അപ്പോൾ ശ്രുതി അങ്ങനെ എഴുന്നേറ്റ് പോയപ്പോൾ ഇവരുടെയൊക്കെ മുഖം വല്ലാതായി. ഇപ്പോൾ ശ്രുതിക്ക് ഇഷ്ടമല്ലേ, ശ്രുതിക്ക് ഇഷ്ടമില്ലാതെയാണോ മോള് വന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെ വരുമല്ലോ. അങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്ത് പിന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതി റൂമിൽ പോയിരുന്ന അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന കാര്യങ്ങളും അതുപോലെ ഇതൊക്കെ ആലോചിക്കുക. എന്നിട്ട് ശ്രുതി മേടിച്ചു കൊടുത്ത ഷർട്ടൊക്കെ റൂമിലെടുത്ത് വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. പിന്നെ നമ്മുടെ രേവതി കൊണ്ടുവന്ന് ചായ കൊടുത്ത് അത് ശ്രുതി വാങ്ങുന്നതിനിടയിൽ ശ്രുതിയുടെ ദേഹത്തേക്ക് വീണു. അയ്യോ ഒന്നും പറഞ്ഞിങ്ങനെ പെട്ടെന്ന് ചന്ദ്ര രേവതിയെ വഴക്കു പറയാം. പെട്ടെന്ന് ശ്രുതിയുടെ കൈ പൊള്ളി. നീ എന്ത് ഈ കാണിച്ചേ, ശ്രദ്ധിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ചന്ദ്ര. പൊള്ളിയ മുളയെ എന്ന് ചോദിച്ചപ്പം അയ്യോ ഇല്ല ആൻറ്റി കുഴപ്പമില്ല എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു. എന്നിട്ട് ഇവരിങ്ങനെ നോക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് രേവതി ഇങ്ങനെ വല്ലാതെയായി. ശ്രുതി ഒന്നേരം രേവതിയും വല്ലാതെ നോക്കുന്നു. അപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ മോളെ എന്ന് അച്ഛൻ ചോദിച്ചപ്പം ഇല്ല കുഴപ്പമൊന്നുമില്ല, കുറച്ചേ വീണുള്ളൂ എന്നും പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഒരു അപ്പം നമ്മുടെ രേവതി സങ്കടപ്പെട്ട് അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ മോള് ചായ കുടിക്കട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ചായ കുടിപ്പിക്കുന്നു. അപ്പോൾ മോള് ചായ കുടിക്കാൻ പറഞ്ഞു. അപ്പോൾ അച്ഛനെ ഒന്ന് ഫോൺ ചെയ്ത് തരാൻ പറഞ്ഞു. അപ്പോഴേക്കും അത് പിന്നെ അങ്കിളെ എനിക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി കാണിക്കുമ്പോൾ ഇന്ന് തന്നെ സംസാരിക്കണമെന്നുണ്ടോ രവിയേട്ടാ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ചന്ദ്ര. മോള് നമുക്ക് മറ്റൊരു ദിവസം വിളിക്കാം അല്ലേ മോളെ എന്നൊക്കെ ചന്ദ്ര ചോദിച്ചപ്പം അദ്ദേഹത്തിനോട് ചോദിക്കാതെ എങ്ങനെയാണ് ചന്ദ്രേ നമ്മളൊരു തീരുമാനം എടുക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുക. അത് പിന്നെ രവിയേട്ടാ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ശ്രുതി മേടിച്ചു കൊടുത്ത ഷർട്ട് വിട്ടുകൊണ്ടതേ നമ്മുടെ ശ്രുതി വന്ന് നിൽക്കുന്നു. ഇത് കണ്ടപ്പോൾ ശ്രുതി ഇങ്ങനെ ആലോചിക്കും, ഈ ഷർട്ട് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ മുണ്ട് കൊടുത്ത് ഷർട്ടൊക്കെ ഇട്ട് വന്ന് നിൽക്കുന്ന ആ വ്യക്തിയെ കണ്ടപ്പോൾ ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഭാമ കയറി പറഞ്ഞു, ഈ നാണം കണ്ടാൽ തന്നെ മനസ്സിലാകും ഈ കല്യാണത്തിന് 2 പേർക്ക് സമ്മതമാണെന്ന്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ ഉടനെ തീരുമാനിക്കാം അല്ല രവിയേട്ടാ എന്ന് ചന്ദ്ര ചോദിച്ചു. ആയിക്കോട്ടെ എന്ന് രവിയേട്ടനും പറഞ്ഞു.
അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ തീരുമാനമായി. അപ്പോൾ എന്തായാലും നിങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിക്കുമെന്നും പറഞ്ഞ് അവർ രണ്ടുപേരെയും കൂടെ നമ്മുടെ ചന്ദ്ര പറഞ്ഞു വിട്ടു. ഈ സമയത്ത് രവിയേട്ടൻ ചോദിച്ചു, അതെ നീ ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ ചന്ദ്രൻ ഈ വിവാഹത്തിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിക്കാം. അവസാനം പഴയ പോലെ കുഴപ്പത്തിലാകരുമെന്ന് പറഞ്ഞപ്പോൾ എന്ത് കുഴപ്പമാണെന്ന് രവിയേട്ടൻ നീ പറയുന്നതെന്ന് ചോദിച്ചു. അല്ല, അച്ഛനോടൊന്ന് സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ കുട്ടിയൊന്ന് ഒഴിഞ്ഞു മാറി. എന്തോ പ്രശ്നമുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തല്ലോ. അപ്പം അങ്ങനെയൊന്നും രവിയേട്ടൻ പേടിക്കേണ്ട, എല്ലാം കൊണ്ടും സുധിക്ക് യോജിച്ച പെണ്ണാണെന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്ര രവിയേട്ടനോട് പറയുന്നു. രേവതി ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുകയല്ലേ. പിന്നെ അവൻ്റെ പഴയ കഥകളൊന്നും അവളോട് പറഞ്ഞിട്ടില്ല, അതൊന്നും പറയാനായിട്ട് നിൽക്കണ്ടെന്നും പറഞ്ഞു. അപ്പോൾ അതൊന്നും ശരിയല്ല ചന്ദ്രേ, മുമ്പൊരിക്കൽ നാണം കെട്ടത് ഓർമ്മയുണ്ടല്ലോ ഇല്ലേന്ന് ചോദിച്ചു. ഇതൊക്കെ എന്നായാലും ആ കുട്ടി അറിയില്ലേ? അപ്പം അറിയുമ്പോൾ അറിയട്ടെ, നമുക്ക് അന്നേരം നോക്കിയാൽ പോരെന്നേ. പിന്നെ ഇപ്പോൾ ഒന്നും വിശദീകരിക്കാനായിട്ട് നിൽക്കേണ്ട, എല്ലാം എൻ്റെ മോൻ്റെ ഭാഗ്യമാണെന്നും പറഞ്ഞ് ചന്ദ്ര അകത്തേക്ക് കയറി പോണു. ഭാമേ നീ വാ എന്നും പറഞ്ഞു. അപ്പം അച്ഛൻ ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ഈ സമയം രണ്ടുപേരും കൂടെ പുറത്തേക്ക് പോയി ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ രണ്ടുപേരുടെ ഇഷ്ടം പരസ്പരം പറയുന്ന ഒരു ഇതിലാണ്. അപ്പോൾ സുധിക്കനോട് ദേഷ്യമൊന്നുമില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പം അയ്യോ ദേഷ്യമോ എന്തിനാണെന്ന് ചോദിച്ചു ശ്രുതിയോട്. അല്ല, കല്യാണക്കാര്യം ശ്രുതിയോട് സംസാരിക്കാതെ ആൻറ്റിയോട് സംസാരിച്ചത് തെറ്റായി പോയെന്ന് ചോദിച്ചപ്പം അയ്യോ അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും ഞാൻ കരുതിയിട്ട് പോലും ഇല്ല കേട്ടോ, ഞാൻ ശരിക്കും സർപ്രൈസ്ഡ് ആയി പോവുക ചെയ്തതെന്നുള്ള കാര്യം ശ്രുതി പറയണു. വളരെ കുറച്ച് നാളത്തെ പരിചയമേ നമ്മൾ തമ്മിലുള്ളൂ. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പഴയ കഥകളൊക്കെ പറഞ്ഞ് ശ്രുതിയെ വെറുപ്പിക്കുകയും ചെയ്യും. സത്യം പറയാലോ, സിമ്പതിയുടെ പുറത്താണോ ഇയാൾ പ്രപ്പോസൽ മുന്നോട്ട് വെച്ചത്? സിമ്പതി ഉണ്ടെങ്കിൽ എന്തെങ്കിലും സഹായം ചെയ്തങ്ങ് ഒഴിവാക്കിയാൽ പോരെ, കല്യാണം കഴിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ശ്രുതിയോട് ചോദിച്ചു. എനിക്ക് ശ്രുതിയെ ശരിക്കും ഇഷ്ടമായിട്ടാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഈ എന്തൊരു സന്തോഷം, ഭയങ്കര സന്തോഷം. എന്നെ ഇത്രയും വേഗം ഇഷ്ടപ്പെടാനായിട്ട് എന്താ കാരണം എന്ന് ചോദിച്ചപ്പം എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടത് ശ്രുതിയുടെ നിഷ്കളങ്കതയാണെന്ന് ശ്രുതി പറയണു. അങ്ങനെ ഇഷ്ടപ്പെടാനുള്ള കാര്യങ്ങളും കാരണങ്ങളൊക്കെ ഇവർ പറയണു. അപ്പോൾ സുധിയുടെ ജീവിതത്തിൽ സുധിയോടൊപ്പം നിൽക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലും സുധിയുടെ ജീവിതത്തിലും ഒരുപാട് സന്തോഷങ്ങൾ വന്ന് നിറയുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ആ ഒരു സന്തോഷം എൻ്റെ ലൈഫിൽ അങ്ങ് വരെ വേണമെന്ന് എനിക്ക് തോന്നിയെന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇങ്ങനെ സുധിയോട് പറയാം. പെട്ടെന്നൊരാൾക്ക് എന്നോട് അടുത്ത് ഇടപഴകാൻ കഴിയും, അവരോട് ഞാൻ കൂടുതൽ മിങ്കിളാവുകയും ചെയ്യും. പക്ഷേ പെട്ടെന്ന് ആരെയും വിശ്വസിക്കരുതെന്ന് എൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ പഠിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുക ശ്രുതി. അതുപോലെ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. അപ്പോൾ താൻ എനിക്ക് ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകൾ നൽകിയ ഒരാളാണെന്നൊക്കെ പറയാം. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഭയങ്കര സംസാരവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുധിയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിയാണ്. സച്ചി ഇങ്ങനെ വണ്ടി ഓടിച്ചു വരുമ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഒരു ബേക്കറിയിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് കാണുന്നത്. ഇത് കണ്ടപ്പോഴത്തേക്കും സച്ചി ഇങ്ങനെ നോക്കി നിൽക്കുക. പെട്ടെന്ന് ചേട്ടാ ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചേട്ടൻ വിളിക്കുന്നു നമ്മുടെ സച്ചിയെ. ചേട്ടാ ഒരു അരമണിക്കൂർ കൂടെ വെയിറ്റ് ചെയ്ത് എന്നെ ഒന്ന് അരമണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമെന്ന് ചോദിച്ചു. വെയിറ്റിംഗ് ചാർജ് ഒന്നും തരണ്ട, ഞാനിവിടെ വെയിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സച്ചി അവരെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുന്നു. അപ്പോൾ ഇവൻ്റെ പിന്നാലെ പോകാൻ ഇനിയും പെണ്ണുങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടോ? ഇനി ഇവനെ തേച്ചു എന്ന് പറയുന്ന പെണ്ണാണോ ഇത്? കാര്യങ്ങളെല്ലാം എന്താണെന്നൊന്ന് അറിയണമല്ലോ എന്നൊക്കെ സച്ചി ഇങ്ങനെ നിന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി അവിടെ ആലോചിച്ച് നിൽക്കുമ്പോൾ രേവതിയുടെ കോള്. അപ്പോൾ എന്നെ ജോലിക്കാരിയാണെന്ന് തോന്നി, അതുപോലെ എന്നോട് ആജ്ഞാപിക്കുക ഇതൊക്കെ പറഞ്ഞ് അനുജത്തിയെ വിളിച്ച് നമ്മുടെ രേവതി കാര്യം പറയുന്നു. അപ്പോൾ അവരെന്താ അങ്ങനെ പറയാൻ കാരണം? അഹങ്കാരം അല്ലാണ്ടെന്താ എന്നൊക്കെ രേവതി പറയണു അനുജത്തിയോട്. സ്വന്തം വീട്ടിൽ ജോലി ചെയ്ത് പരിചയം കാണില്ല, അപ്പോൾ വിട്ട് കളയടി, അറിയാതെ പറഞ്ഞതാവും. അതെങ്ങനെ ശരിയാവും അമ്മ? ഒരു വീട്ടിൽ കയറി വന്നാൽ അവിടെ നിൽക്കുന്നത് ജോലിക്കാരിയാണോ വീട്ടുകാരിയാണോ എന്ന് മനസ്സിലാക്കി വേണ്ടേ പെരുമാറാനെന്നൊക്കെ നമ്മുടെ രേവതി ഇങ്ങനെ ചോദിക്കുക. ഞാൻ ജോലിക്കാരിയാണെന്ന് അവൾ അങ്ങനെ ചിന്തിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ രേവതി ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നു. ഇതൊക്കെ കേട്ട് നമ്മുടെ സച്ചി കയറി വരിക. കയ്യിലിരിക്കണ ചൂല് കൊണ്ട് അടിക്കാനേ എനിക്ക് തോന്നിയത്, പിന്നെ ഞാനതങ്ങ് വിട്ടു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിന്ന് ഫോണിൽ സംസാരിക്കുന്ന രേവതിയെ ശ്രദ്ധിച്ച് സച്ചി കയറി വരുന്നു. അപ്പോൾ രേവതി ഫോണിലൂടെ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഞെട്ടിക്കൊണ്ടാണ് സച്ചി കയറി വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും